ഞാൻ 2 ദിവസം മുന്നേ ഒരു അവയർനെസ് വീഡിയോ ചെയ്തിരുന്നു. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിയുടെ ചതിയിൽ ആരും വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജസ് വരുന്നുണ്ട്. അതിൽ ഓൾറെഡി ഒരു 1000 കമൻറ്റ് സംതിങ് ആയി, 1000 എബോവ് ആയി കമൻസ് തന്നെ. ഒത്തിരി പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിലിടാത്തവർ പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അറിയുന്നത് ഇത്രയധികം ഏജൻസീസ് ഉണ്ടെന്ന്. എന്തൊക്കെ പേരിലാണ് ഏജൻസീസ്? ഒരു എക്സാമ്പിൾ പറയാൻ പോലും എനിക്കിപ്പം ഒരു പേരും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏജൻസീസിൻ്റെ ഒന്നും പേര് നമുക്ക് വീഡിയോസിലൂടെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു, ഈ ഏജൻസിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ, ആ ഏജൻസിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഈ പറഞ്ഞ ഓരോ ഏജൻസിയുമായിട്ടും പേഴ്സണലായിട്ട് ഒരു പ്രോബ്ലംസും ഇല്ല. ക്യാഷ് കൊടുത്തിട്ട് എനിക്ക് എക്സ്പീരിയൻസും ഇല്ല. എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ചെയ്തത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു, ഈ ഏജൻസി ത്രൂ ഞങ്ങളുടെ ക്യാഷ് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏജൻസീസൊക്കെ അതിൻ്റെയൊക്കെ നെയിമൊന്നും ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചു. കുറച്ചൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവയർനെസ് തരാൻ വേണ്ടി. ഇപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നത് ഏതൊക്കെയാണ് ഫേക്ക് ഏജൻസീസ്, പിന്നെ ഓരോ ഏജൻസീസിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഏജൻസീസിനെ കുറിച്ച് അന്വേഷിക്കാവോ, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ജെനുവിൻ ഏജൻസിയുടെ നെയിം പറയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങളിൽ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തു. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഏജൻസീസിൻ്റെയും പേരിൽ ഓരോരുത്തർ ഓരോ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ പോകാനിരിക്കുന്നവരാണെങ്കിൽ ആ ഏജൻസി, ആ പറഞ്ഞ ആൾക്കാരോട് ഒന്ന് പോയി ചോദിച്ചു നോക്കുക, എന്താണ് നിങ്ങൾക്ക് ആ ഏജൻസി ത്രൂ ഉണ്ടായ പ്രശ്നമെന്ന്. അവർ പറഞ്ഞു തരും, ഉറപ്പാണ് അവർ പറഞ്ഞു തരും. ഞാനങ്ങനെ കുറേ പേരോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, പലരും പറഞ്ഞു. അതേപോലെ നിങ്ങൾ ചോദിച്ചാലും അവർ പറഞ്ഞു തരും. ഇങ്ങനെ ഓരോരുത്തരും പേരിടുന്നതിന് കാരണം അതുവഴി ഇനി വേറെ ആർക്കും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ പേരിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവരോട് നിങ്ങൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ മതി. ആ കമൻറ്റ് സെക്ഷനിലുള്ള ഏജൻസീസിൻ്റെയൊക്കെ അത്രയും പേരുകൾ മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. അതിൽ ഒത്തിരി എനിക്കറിയാൻ മേലാത്ത പേരുകളും വന്നിട്ടുണ്ട്. സോ അത് മാത്രം നിങ്ങൾ റെഫർ ചെയ്താൽ മതി. പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഏത് ഏജൻസി ത്രൂ ആണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ ആ ഏജൻസിയുടെ പേരെന്നോട് ചോദിച്ചോളൂ. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അറിയാം, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് തന്നെ പറയും. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? ഇപ്പോഴും ഞാൻ അന്വേഷിക്കുകയാണെങ്കിലും എന്നോടിപ്പോൾ ഒരാൾ വന്നിട്ട് ഈ ഏജൻസി ഫേക്ക് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് അയാൾ ഷെയർ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആ ഏജൻസി ഫേക്ക് ആണോ എന്ന് നമുക്കറിയത്തില്ല. അത് നമ്മൾ തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുക. അങ്ങനെയല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഈ ഏജൻസിയുടെ ചതിയിൽ നിന്ന്.